അപ്പോൾ നമ്മളെയൊക്കെ ഞെട്ടിച്ച ഒരു വാർത്തയിൽ വിധി വരികയാണ്. കണ്ണൂർ തൈലിൽ 1.5 വയസ്സുകാരനെ കടലിൽ എറിഞ്ഞു കൊന്ന കേസിൽ അമ്മ ശരണ്യയുടെ ശിക്ഷാവിധി ഇന്ന്. ഒന്നാം പ്രതിയും കുഞ്ഞിന്റെ അമ്മയുമായ ശരണ്യ കുറ്റക്കാരിയാണെന്ന് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. 2020 ഫെബ്രുവരി 17 നാടിനെ ഞെട്ടിച്ച കൊലപാതകം. അരുൺ പാറക്കൽ ചേർന്ന് കണ്ടുവരുന്നു. അരുൺ, രണ്ടാം പ്രതിയെ വെറുതെ വിട്ടു എന്ന് കഴിഞ്ഞ ദിവസം. മാത്രമല്ല, ഇതിൽ ഭർത്താവ് നോർമൽ പ്രണവെന്നെന്തോ ആണ്, ഭർത്താവിനെ കൊടുക്കാനുള്ള ശ്രമമുണ്ടായി. അങ്ങനെ മൊത്തത്തിൽ അങ്ങേയറ്റം ക്രൂരമായ ക്രിമിനൽ ആക്ട് ആയിരുന്നു അത്. അരുൺ, ഹാഷ്മി, ക്രിസ്റ്റീന, അങ്ങേയറ്റം ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു. മാത്രമല്ല, കേരളം ഉറ്റുനോക്കുന്ന വിധിയാണ്. ഒരു പിഞ്ചു മകനെ, അതായത് സംരക്ഷിക്കേണ്ട പ്രായത്തിൽ തന്നെ ആ കുട്ടിയെ 2 തവണ കടലിലെറിഞ്ഞ് കൊന്നു എന്നായിരുന്നു പോലീസിന്റെ കേസുണ്ടായിരുന്നത്. 2020 ശേഷം നിരവധി തവണ കോടതി വാദം കേൾക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്നൊക്കെ വിധി പറയുന്നത്. 47 സാക്ഷികളെയും 81 രേഖകളും 19 മെറ്റീരിയൽ എവിഡൻസും കോടതി ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചിരുന്നു. അതിനുശേഷം കോടതി ശരണ്യയെ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി. കുറ്റം ചെയ്യാനുള്ള മോട്ടീവ് എന്താണെന്ന് അന്വേഷണ സംഘത്തിനോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനോ തെളിയിക്കാൻ സാധിച്ചില്ല. ഇത് വലിയ രീതിയിലുള്ള ഒരു വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ഇതുകൊണ്ടാണ് ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാതെ വന്നതോടെ രണ്ടാം പ്രതിയും ശരണ്യയുടെ കാമുകനുമായ നിതിനെ കോടതി വെറുതെ വിടുകയും ചെയ്തു. ഇന്നലെ ഇപ്പോൾ പ്രതിയുടെ വാദം കേട്ടിരുന്നു. ശരണ്യ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതിന് ശേഷം പ്രതിക്ക് എന്താണ് പറയാനുള്ളത് എന്ന കാര്യം കോടതി പരിശോധിച്ചിരുന്നു. ആ സമയത്ത് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞത് 22-ാം വയസ്സിലാണ് ശരണ്യ ഇത്തരത്തിലുള്ളൊരു കുറ്റകൃത്യം ചെയ്യുന്നത്. അതിന് മുൻപോ പിൻപോ പിന്നീട് ഒരു ക്രിമിനൽ വാസനയും ശരണ്യയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വധശിക്ഷ ഒഴിവാക്കണമെന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം. പക്ഷേ പ്രോസിക്യൂഷൻ വധശിക്ഷ വേണം എന്നൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതിന് കാരണമെന്ന് പറയുന്നത് 1.5 വയസ്സാണ് കുഞ്ഞിനുണ്ടായിരുന്നത്, വിയാനുണ്ടായിരുന്നത്. മുലപ്പാൽ നൽകി 3 മണിക്കൂറിനകം തന്നെ കൊലപാതകം നടന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അത് കുട്ടിയെ ആദ്യം കടലിലേക്ക് എറിഞ്ഞു. പിന്നീട് ശരണ്യ തിരിഞ്ഞു നടക്കുന്ന സമയത്ത് കുട്ടിയുടെ കരച്ചിൽ കേട്ടു. കുട്ടി പാറപ്പുറത്ത് കിടക്കുന്നതാണ് കണ്ടത്. ആ സമയത്ത് വീണ്ടും കൊലപാതകം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ കുട്ടിയെ കടലിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തി എന്നായിരുന്നു അന്വേഷണ സംഘം കണ്ടെത്തിയത്. അത് തെളിയിക്കാനുള്ള അതായത് അതിൻ്റെ മോട്ടീവ് എന്താണെന്ന കാര്യത്തിൽ മാത്രമാണ് അന്വേഷണ സംഘത്തിനോ പ്രോസിക്യൂഷനോ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ സാധിക്കാതിരുന്നത്. ആ കൃത്യം നടന്ന ദിവസം ശരണ്യയുടെ വസ്ത്രത്തിൽ എങ്ങനെയാണ് ഉപ്പുവെള്ളം വന്നത് എന്ന കാര്യം കോടതിയും അതുപോലെ തന്നെ അന്വേഷണ സംഘവും ചോദിച്ചിരുന്നു. പക്ഷേ അതിലൊരു വ്യക്തത ഉണ്ടായില്ല. ഇന്നിപ്പോൾ എന്തായിരിക്കും ശിക്ഷ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഒരു കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പോലും കഴിയാത്ത രീതിയിൽ, ഓർക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ക്രൂരമായ ഒരു ആക്ട് ആയിരുന്നു അത്. അതിൽ ഈ ആൺസുഹൃത്തിന്റെ പ്രേരണ, ഒരുമിച്ച് ജീവിക്കാമെന്ന് പ്രേരണയിൽ കൊന്നു എന്നൊക്കെയായിരുന്നു പറഞ്ഞു കേട്ടതെങ്കിൽ, പക്ഷേ അതിൽ ഈ പറഞ്ഞ ആൺസുഹൃത്തിന്റെ പങ്ക് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. തെളിവില്ലായ്മയിൽ പ്രോസിക്യൂഷന് കടുത്ത വിമർശനമൊക്കെ കേട്ടതാണ്. എന്തായാലും കിട്ടട്ടെ പരമാവധി ശിക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.